ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയും കരുണയാണെങ്കിൽ ഇപ്പോൾ കണ്ണൻ്റെയും മഹിയുടെയും കാല് പിടിക്കാൻ തന്നെയാണ് തയ്യാറായിട്ടിരിക്കുന്നത് തന്നെ. എന്തായാലും പോലീസ് വന്ന് മോളെ കൊണ്ടുപോകും. അതിൻ്റെ മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്കത് ചെയ്യാം മോളെ. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നൊക്കെ കരുണയും മുത്തശ്ശിയും പരസ്പരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നോടും അച്ഛനോടും ചോദിച്ചിട്ട് ഓരോന്ന് ചെയ്യണമെന്ന് എപ്പോഴും മുത്തശ്ശി പറയാറില്ലേ, നീ ഇതൊക്കെ എടുത്തു ചാടി ചെയ്തുകൊണ്ടാണല്ലോ ഈ അവസ്ഥ വന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എനിക്കാണെങ്കിൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ മോളെ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ആ ആശുപത്രിയിൽ നിന്ന് മുത്തശ്ശിയും കരുണയും വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കണ്ണനാണെങ്കിൽ ഡോക്ടറെ അടുത്ത് നിന്നിട്ട് കണ്ണനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴേക്കെങ്കിലും അവൾക്ക് സുഖമായിട്ട് വരാനുള്ള എന്തെങ്കിലും ഒരു വഴിയോ എന്തെങ്കിലും ഉണ്ടോ, എത്ര പൈസ വേണമെങ്കിലും ഞാൻ മുടക്കാം. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, പൈസയുടെ കാര്യത്തിലൊന്നുമല്ല, ഇത് തനിക്കും അറിയാമല്ലോ, എന്തായാലും ഇപ്പം തന്നെ സർജറി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഇനിയും താമസിപ്പിച്ച അമ്മയ്ക്കും കുഞ്ഞിനും ദോഷമുണ്ടാവും. എന്തായാലും ആരെങ്കിലും ഒരാൾ മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ, അതിൽ താൻ എന്തായാലും ഒപ്പിടണം എന്നൊക്കെ പറഞ്ഞ് കണ്ണനെ കൊണ്ട് ഒപ്പൊക്കെ ഇടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നോട് കുറച്ചു നേരം പ്രാർത്ഥിക്കാനൊക്കെ ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് കണ്ണനാണെങ്കിൽ ആശുപത്രിയിൽ നിന്ന് അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. അമ്പലത്തിലെത്തിയ കണ്ണനാണെങ്കിൽ ആ അമ്മയെ കാണുന്നുണ്ട്. അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ, എൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ വലിയ മോശത്തിലാണ്. എൻ്റെ മഹിക്കും കുഞ്ഞിനും ഒരാപത്തും സംഭവിക്കാതെ തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാൻ എല്ലാം അറിഞ്ഞു. ഞാൻ പറയുന്നത് കേട്ട് മോൻ ഒരിക്കലും വിഷമിക്കരുത്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരാശങ്കയുള്ളത്. അതെന്തായി തീരുമെന്നൊന്നും അമ്മയ്ക്കും അറിയില്ല. എന്തായാലും മോൻ മനസ്സുരുകി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണനാണെങ്കിൽ ആ അമ്മയോട് പറയുന്നുണ്ട്, എനിക്ക് നല്ലപോലെ പേടിയാവുന്നുണ്ട് അമ്മേ. അപ്പോൾ കണ്ണനോട് പറയുന്നുണ്ട്, താൻ കുഞ്ഞിലെ കൊണ്ട് നടന്ന ഒരു വിഗ്രഹമില്ലേ, ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് തൻ്റെ മനസ്സിലുള്ള സങ്കടമെല്ലാം പറഞ്ഞു തീർക്ക്. അമ്മ എന്തായാലും ഒരു വഴി കണ്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണനെ ആ വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. കമലേശ്വരം വീട്ടിലാണെങ്കിലും അങ്ങനെ കണ്ണനാണെങ്കിൽ കമലേശ്വരം വീട്ടിലോട്ട് പോകുന്നുണ്ട്. കമലേശ്വരം വീട്ടിലെത്തിയ കണ്ണനാണെങ്കിൽ താൻ കുഞ്ഞുനാൾ മുതൽ കൊണ്ടു നടന്നതും വിശ്വസിച്ച ഒരു ദൈവമായിരുന്നു അയ്യപ്പനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും മാലയിടലിന് താനും തൻ്റെ കുഞ്ഞും വരാമെന്ന് പറയുന്നു. തൻ്റെ കുഞ്ഞിനെയും മഹിക്കും ഒരാപത്തും കൂടാതെ തിരിച്ചു തന്നാൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സ്വാമി ഒരു മറുപടി നൽകുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും കണ്ണൻ അവിടെ നിന്ന് ആശുപത്രിയിലോട്ട് പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലെത്തി കരുണയും മുത്തശ്ശിയാണെങ്കിൽ ഒരു വക്കീലിനൊക്കെ കൊണ്ടുവന്നിട്ട് പോലീസിനോട് പറയുന്നുണ്ട്, ജാമ്യത്തിലിറക്കാൻ വല്ല വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വക്കീലാണെങ്കിലും. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, നിയമം സാറിനും അറിയാലോ, കേസ് എന്തായാലും ഫയൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ജാമ്യമൊന്നും കിട്ടില്ല. എന്തായാലും നാളെ കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ വേണമെങ്കിൽ വന്ന് ഇറക്കിക്കൊണ്ട് പോവാം, കോടതി സമ്മതിച്ചാൽ. അല്ലാതെ എന്നെക്കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ പോലീസുകാരനോട്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി, കാണാനെങ്കിലും അനുവദിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ അനുവദിക്കും, പോയി കണ്ടോളൂ എന്നൊക്കെ മുത്തശ്ശിയോടും കരുണയോടും പറയുന്നുണ്ട്. തൻ്റെ അച്ഛൻ ജയിലിൽ കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കാനാവാത്ത കരുണയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ കാരണമാണല്ലോ എൻ്റെ അച്ഛൻ ഈ അവസ്ഥ വന്നത്, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എത്രയാണെന്ന് വെച്ചിട്ട് അവളുടെ ആട്ടുംതുപ്പും കേട്ട് നിൽക്കുക, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അവിവേകം കാണിച്ചത്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എനിക്കതിൽ സങ്കടമൊന്നുമില്ല മോളെ, പക്ഷെങ്കിൽ മോളൊരു കാര്യം മനസ്സിലാക്കണം, അച്ഛന് വേറെ പേടിയെന്ന് വെച്ചാൽ മോളെ ജയിലാക്കുമോ എന്നാണ് പേടി. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, മഹിക്കും കുഞ്ഞിനും ഒരാപത്തും കൂടാതെ തിരിച്ചു വന്നാൽ മാത്രമേ ഇവളെ വെറുതെ വിടുള്ളൂ എന്നാണ് കണ്ണൻ പറഞ്ഞത്. അഥവാ ആപത്ത് വന്നാൽ എന്ത് സംഭവിക്കും അമ്മേ, നിൻ്റെ മോള് ജയിലിലാവും എന്നാണ് കണ്ണൻ പറഞ്ഞത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, നാളെ കോടതിയിൽ നിന്നെ ഹാജരാക്കും. നാളെ എന്തെങ്കിലും മിന്നി മറയണം, അല്ലെങ്കിൽ ഒന്നും തന്നെ നടക്കില്ല. വക്കീലിനെ കൊണ്ടൊക്കെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടുന്ന് നിനക്കിപ്പോൾ ജാമ്യം കിട്ടില്ല എന്നാണ് പറയുന്നത്, കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ വാമനാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ആരും തന്നെ 5 വയസ്സുകാരിയുടെ വാക്കുകളൊന്നും ഇപ്പോൾ കേൾക്കില്ല. അവൾ അന്ന് പറയാതിരുന്ന കാര്യം ഇന്ന് എന്തിനാണ് പറഞ്ഞു വരുന്നത് എന്നൊക്കെയാണ് കോടതി ചിന്തിക്കുക. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തന്നെ പറഞ്ഞാൽ മതി, അതൊന്നും അവർക്ക് തെളിയിക്കാൻ കഴിയില്ല. എന്തായാലും നിൻ്റെ മോളുടെ കേസ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അത് കണ്ണൻ കോടതിയിൽ പറഞ്ഞാൽ മാത്രമേ പ്രശ്നം വലുതാകുകയുള്ളൂ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കാൻ ആരും ശ്രമിക്കില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്കിതിൽ നിന്ന് ഊരിപ്പോരാമെന്നൊക്കെ വാമൻ സ്വയം പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അനന്തുവും രേഖയും കൂടെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ അനന്തു ആണെങ്കിൽ പറയുന്നുണ്ട്, അന്ന് മഹിയെ ഇവിടെ നിർത്തിയാൽ മതിയായിരുന്നു, ഈ ആപത്ത് ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിക്കും അനന്തു ഏട്ടാന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല രേഖയെ, എന്തായാലും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്.
കണ്ണനാണെങ്കിൽ വളരെയധികം തന്നെ വിഷമത്തിലാണ് എന്നുള്ള അവസ്ഥയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കണ്ണൻ വീണ്ടും ആശുപത്രിയിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആശുപത്രിയിൽ എത്തിയ കണ്ണനാണെങ്കിൽ തൻ്റെ മഹിയും കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഇപ്പം മഹിക്ക് സിസേറിയൻ ചെയ്തിരിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ കരുണയാണെങ്കിൽ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആവലാതിയാണ്. ഇനിയിപ്പോൾ തന്നെ അന്വേഷിച്ച് പോലീസ് വരുമോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. താനകത്തായാലും തന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. കാരണം താനൊരു കൊലക്കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും തൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുണ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ സ്വയം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായിത്തീരുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം.